ടീം നല്ല പെർഫോമൻസ് ആയിരുന്നു ആൻഡ് സെമീസിന് ക്വാളിഫൈ ചെയ്തതിൽ കൺഗ്രാറ്റ്സ്. എസ്പെഷ്യലി സഞ്ജു സാംസൺ ക്ലച്ച് നോക്ക് അണ്ടർ പ്രഷർ. ഒരു വേൾഡ് കപ്പ് നോക്കൌട്ട് മത്സരത്തിലൊക്കെ ചേസ് ചെയ്യുമ്പോൾ 97 റൺസിന്റെ ഒരു ഇന്നിങ്സ് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര പാടാന്ന് എല്ലാവർക്കും അറിയാം. ഫൈനലി കളിക്കുന്ന അത്രയും പാടില്ല, എന്നാലും അടിപൊളിയായിരുന്നു. സോ എല്ലാവരും ഒന്ന് കൈയടിക്കുക. സഞ്ജുവിന്റെ ടാലന്റിലും പൊട്ടൻഷ്യലിലും നമുക്ക് ഒരിക്കലും ഒരു ഡൗട്ട് ഇല്ലായിരുന്നു. ആകെ ബാക്കിംഗ് മാത്രമായിരുന്നു വേണ്ടത്. ഞാനിപ്പോൾ അത് കൊടുക്കുകയും ചെയ്തു. അതിന്റെ തന്നെ റിസൾട്ട്സ് നമുക്കിപ്പോൾ സഞ്ജുവിന്റെ പെർഫോമൻസിലും കാണാം. പിന്നെ ബാക്ക് ചെയ്തോണ്ടാണല്ലോ ഗില്ല് വന്നപ്പോ എന്റെ ഓപ്പണിംഗ് സ്പോട്ട് അവന് കൊടുത്തിട്ട് എന്നെ ടീമിൽ നിന്നും പുറത്താക്കിയത്. എന്താ താങ്ക് യു ഗൗതി ബൈ എന്ന് പറഞ്ഞ താങ്ക് യു. ഓക്കെ. പിന്നെ സഞ്ജു, ഒരു കാര്യം, ഇനി ഇതുപോലത്തെ ഇന്നിങ്സ് ഒക്കെ കളിക്കുവാണെങ്കിൽ പോസ്റ്റ് മാച്ചിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ രോഹിത്തിനെ കണ്ടുപിടിച്ചു, കോഹ്ലിനെ കണ്ടുപിടിച്ചു എന്നൊന്നും പറയരുത്. ഞാൻ എങ്ങനെ പറഞ്ഞു തന്നോ അതുപോലെ കളിച്ചു എന്ന് വേണം പറയാൻ. 2028 വേൾഡ് കപ്പും കളിക്കണം എന്ന് ആഗ്രഹമൊക്കെയുള്ളതല്ലേ. അപ്പോൾ നോക്കിയും കണ്ടു എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ ഗംഭീർ ബൈ, മനസ്സിലായി. അപ്പോൾ ബാക്കി പെർഫോമൻസുകളിലേക്ക് വരാം. ബുംറ വേൾഡ് ക്ലാസ് ആസ് ഓൾവേസ്. ആൻഡ് തിലക് ഒരു കിടിലൻ ക്യാമിയോ കളിച്ചു ടീമിന്. ആ സമയത്ത് അത് അത്യാവശ്യമായിരുന്നു. അതുപോലെ തന്നെ ശിവൻ ഡൂബെ 2 അടിപൊളി 4 ആ ഒരു സിറ്റുവേഷനിൽ. സഞ്ജുവിന്റെ 97 എത്ര ഇമ്പോർട്ടന്റ് ആണോ അത്രയും തന്നെ ആ 2 4ഉം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഡൂബയ്ക്ക് നമുക്കൊരു കൈയ്യടി കൊടുക്കാം. അതാരാ അവിടെ ഒളിച്ചിരിക്കണം? അഭിഷേക്, നീയാണോ? ഞാൻ മാർച്ച് 27 ആവാനായിട്ടൊന്ന് കാത്തിരിക്കുക. മാർച്ച് 27 ഗൗതിബായുടെ ബർത്ത്ഡേ ആണോ? എന്റെ ബർത്ത്ഡേ അല്ല, വൈഭവ് സൂര്യവംശിയുടെ ബർത്ത്ഡേ. അതോടെ അവന് 15 വയസ്സും ആവും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുകയും ചെയ്യാം. നിന്നെയൊക്കെ അതുവരെ സഹിച്ചാൽ മതിയല്ലോ. റണ്ണെടുക്കാൻ പറ്റാത്ത പോട്ടെ, ക്യാച്ചെങ്കിലും മര്യാദയ്ക്ക് പിടിക്കണം. താഴെയിട്ട്, അതും താഴെയിട്ട്. ഇവനെ 1000 ക്യാച്ച് ഡെയിലി എടുത്ത് പഠിപ്പിക്കണം. അവൻ എണ്ണണത് എനിക്ക് ഇവിടെ കേൾക്കണം.